പ്രോട്ടം സ്പീക്കറെ നിയമിക്കുന്നതിൽ കീഴ്വഴക്കങ്ങൾ ലംഘിക്കപ്പെട്ടെന്ന AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ 8 തവണ MP ആയ കൊടിക്കുന്നിൽ സുരേഷിനെ ഒഴിവാക്കിയത് ഗൂഢ ഉദ്ദേശത്തോടെയാണ്. ഒഴിവാക്കിയതിൻ്റെ കാരണങ്ങൾ വ്യക്തമാക്കണമെന്നും KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. നാളിതുവരെയുള്ള ചരിത്രത്തിൽ കീഴ്വഴക്കം ഏറ്റവും കൂടുതൽ സീനിയോറിറ്റിയുള്ള മെമ്പർ ആരാണോ ആ മെമ്പറാണ് പ്രോട്ടം സ്പീക്കറായിട്ട് മാറുക. ഇപ്രാവശ്യം സാർവത്രികമായിട്ട് ഏറ്റവും സീനിയറായിട്ടുള്ള ലോക്സഭയിലെ അംഗം 8 പ്രാവശ്യം ലോക്സഭാ അംഗമായിരിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷാണ്. അപ്പോൾ സുരേഷ് പാനൽ ഓഫ് ചെയർമാനായിട്ട് ഇരുന്നിട്ടുള്ള ആളുമാണ്, നന്നായിട്ട് സഭ നടത്തിക്കൊണ്ടുപോയി പരിചയമുള്ള ആളുമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് സുരേഷിനെ ഒഴിവാക്കിയത് എന്നുള്ളത് വ്യക്തമേ അല്ല. ഈ സീനിയോറിറ്റിയെ മറികടന്നുകൊണ്ട് എന്തുകൊണ്ടാണ് അവർ ഭർത്തൃഹരി മഹത്തോബിനെ തിരഞ്ഞെടുത്തത് എന്നുള്ളത് അവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തെ ഒഴിവാക്കുന്നത് ഏത് കാരണമാണെന്ന് അവർ വ്യക്തമാക്കേണ്ടതാണ്. അപ്പോൾ എന്തോ ഹിഡൻ അജണ്ട അതിനകത്തുണ്ട്, വ്യക്തമാണ്. എന്തായാലും കേരളത്തിൻ്റെ ഒരു അവസരമാണ് നഷ്ടപ്പെട്ടു പോയത്. കാരണം ലോക്സഭാ സ്പീക്കറായി അതിൻ്റെ പാനൽ ഓഫ് സ്പീക്കേഴ്സിൻ്റെ ലിസ്റ്റിലുള്ള ആളാണ് കൊടിക്കുന്നിൽ. കഴിഞ്ഞ ലോക്സഭയിലൊക്കെ തന്നെ അദ്ദേഹം സ്പീക്കറായി ഇരിക്കുന്നതൊക്കെ കാണുമ്പോൾ ദേശീയ ടെലിവിഷൻ നെറ്റ്വർക്കിലൊക്കെ ഈ വാർത്തകൾ വരുമ്പോൾ കേരളത്തിൻ്റെ അതിര് കടന്നുപോയ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ളതിന് നമുക്കൊക്കെ വളരെ സന്തോഷമായിരുന്നു. ഇത്തവണ അദ്ദേഹം തന്നെ പ്രോട്ടം സ്പീക്കറാകണം, അതായിരുന്നു കീഴ്വഴക്കവും. എന്നാൽ കീഴ്വഴക്കം ലംഘിക്കപ്പെട്ടു എന്നുള്ളത് തീർച്ചയായിട്ടും ഭരണഘടന എന്ന് പറയുമ്പോൾ എഴുതപ്പെട്ട സംഭവങ്ങൾ മാത്രമല്ല, ഈ അലിഖിതമായ കുറേ കാര്യങ്ങളും കൂടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പാലിച്ചു പോരുന്നുണ്ട്, നമ്മുടെ സംസ്ഥാന സർക്കാരും പാലിച്ചു പോരുന്നുണ്ട്. ആ അലിഖിതമായ സംഭവങ്ങൾ പലപ്പോഴും കീഴ്വഴക്കങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാവും. അതിലൊരു കീഴ്വഴക്കമാണ് ഏറ്റവും കൂടുതൽ കാലം ലോക്സഭയിൽ ജീവിച്ച അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആൾ തന്നെ പ്രോട്ടം സ്പീക്കറാകും. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ മറ്റുള്ള അംഗങ്ങളെല്ലാവരും സത്യപ്രതിജ്ഞ ചെയ്യും എന്നായിരുന്നു ഇന്നലെ വരെയുള്ള കീഴ്വഴക്കം. എന്നാൽ ആ സ്ഥിതി മാറി മറിയുന്നു. ഗവൺമെൻറ്റാണ് ഇതിൻ്റെ വിശദീകരണം തരേണ്ടത്.